എല്ലാവർക്കും മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ 6th സെമസ്റ്റർ BSc നഴ്സിംഗ് സ്റ്റുഡൻസിന്റെ ഫൈനൽ എക്സാമിന് യൂസ്ഫുൾ ആകുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. അതായത് നിങ്ങൾക്കറിയാം, ഈ 5ാമത്തെ സെം വരെ നിങ്ങൾ എഴുതിയത് രണ്ട് പേപ്പർ വീതമാണ്. അതായത് ഒരു പേപ്പറിൽ തന്നെ 2 സബ്ജക്റ്റുകൾ കമ്പൈൻ ചെയ്ത് വരാറുണ്ട്. എന്നാൽ പോലും നിങ്ങളുടെ എക്സാമിന് 2 ദിവസത്തെ എക്സാമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ 6th സെമസ്റ്ററിൽ നിങ്ങൾ 3 പേപ്പറുകളാണ് എക്സാമിന് എഴുതാൻ പോകുന്നത്. അതായത് ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ് 1ഉം 2ഉം കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു ദിവസത്തെ എക്സാം, സെക്കൻഡ് ഡേ മെന്റൽ ഹെൽത്ത് നഴ്സിംഗ് 1ഉം 2ഉം കൂടെ കമ്പൈൻ ചെയ്ത് ഒരു ദിവസത്തെ എക്സാം, 3ാമത്തെ ദിവസം മാനേജ്മെന്റ്, നഴ്സിംഗ് മാനേജ്മെന്റ് ആൻഡ് ലീഡർഷിപ്പ്, ഇത് ഒരു സബ്ജക്റ്റ്, 3ാമത്തെ ദിവസം എക്സാം ഉണ്ട്. മറ്റു സെമസ്റ്ററുകളെ വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ടോപ്പിക്കുകൾ നമുക്ക് പഠിക്കാനുള്ള നമ്പർ ഓഫ് ചാപ്റ്റേഴ്സും അതുപോലെ തന്നെ ക്വാണ്ടിറ്റി കണ്ടന്റും വന്നിട്ട് വളരെ കൂടുതലാണ് 6th സെമസ്റ്ററിൽ. എന്നാൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരുപാട് റൈറ്റിംഗ് വർക്ക്സും ഒപ്പം ഇത്രയും കണ്ടന്റ്സ് നമ്മൾ പഠിച്ചെടുക്കുകയും വേണം. അപ്പോൾ ഞാൻ എപ്പോഴും നമ്മുടെ കുട്ടികളോട് ഞാൻ പറയാറുണ്ട്, നമ്മുടെ ട്യൂഷനിലുള്ള കുട്ടികളോട് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ആദ്യം മുതൽ തന്നെ ഓരോ ചാപ്റ്റേഴ്സും പഠിക്കുമ്പോൾ ക്ലാസ്സുകൾ കേട്ട് പഠിക്കുക, അതിനുശേഷം ഷോർട്ട് നോട്ട് വായിച്ച് അതിൻ്റെ ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക. നന്നായിട്ട് അത് തറവായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ചാപ്റ്ററിൽ നിന്ന് പ്രീവിയസ് ഇയേഴ്സിൽ ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കി അതിന് സ്പെഷ്യൽ ഫോക്കസ് കൊടുത്ത് പഠിക്കുക. അപ്പോൾ സാധാരണ കുട്ടികൾ ചെയ്യുന്നത്, ആ എക്സാമിന്റെ ടൈം ടേബിൾ വരുന്നത്, ഫൈനൽ എക്സാമിന്റെ ടൈം ടേബിൾ വരുന്നത് വരെ കുട്ടികളൊന്നും പഠിക്കാറില്ല. എക്സാമിന്റെ ടൈം ടേബിൾ വന്നു കഴിയുമ്പോൾ പിന്നെ ഒരു ഓട്ടപ്രദക്ഷിണമാണ്, ഭയങ്കരമായിട്ടുള്ള റെഫറിങ്ങും പഠിക്കലും ഒക്കെയാണ്. ആ സമയത്താണ് അവർ തിരിച്ചറിയുന്നത്, ഞാൻ കുറച്ചുകൂടെ നേരത്തെ ഒന്ന് പഠിച്ചു തുടങ്ങിയിരുന്നെങ്കിൽ എനിക്ക് ഇതിനേക്കാളും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമായിരുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ല പെർസെൻറ്റേജ് മാർക്ക് എടുത്ത് പാസ്സാകാൻ പറ്റുമായിരുന്നു എന്നുള്ളത്. ആ ഒരു ലേറ്റ് ആയിട്ടുള്ള തിരിച്ചറിവ്, ആ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോഴേ, നിങ്ങളുടെ എക്സാം ഇനിയും സമയമുണ്ട്, ഇപ്പോഴേ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടു ഗോ ത്രൂ യുവർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. കാരണം ആ ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മൾ പഠിച്ച ഓരോ ടൈപ്പ് ക്വസ്റ്റ്യനിലും ഓരോ ടോപ്പിക്കുകളിലും ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് 15 മാർക്ക് ചോദിക്കുമോ, 10 മാർക്ക് ചോദിക്കുമോ, 5 മാർക്ക് ചോദിക്കുമോ, അല്ലെങ്കിൽ തന്നെ നമ്മളൊരു ഡ്രഗ് പഠിച്ചു, അതിൽ നിന്ന് ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, ഗീവ് റീസണിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്, ഡിഫറൻസ് ബിറ്റ്വീനിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ എന്തൊക്കെയാണ് ചോദിക്കുന്നത്. 5 മാർക്കിന് നമ്മൾ വളരെ നെഗ്ലക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഇല്ല എന്ന് വിചാരിച്ചു വിടുന്ന ക്വസ്റ്റ്യൻസ് പോലും 5 മാർക്കിനും 10 മാർക്കിനും ഒക്കെ ചോദിച്ചു വരുന്നുണ്ട്. അപ്പോൾ കോമൺ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കാനും അതെങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നുള്ളതും നമുക്ക് നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്യാനും വേണ്ടിയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സസ് നിങ്ങളെ സഹായിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമുക്കൊരു ലക്ഷ്യമുണ്ട്, 4 വർഷത്തെ ഈ ഒരു കോഴ്സ്, ഈ ഒരു പ്രൊഫഷണൽ കോഴ്സ്, എന്തുകൊണ്ട് നിങ്ങൾ തിരഞ്ഞെടുത്ത ഈ കോഴ്സ് ഏറ്റവും നല്ലതാണ്, മറ്റെന്തൊരു ജോലിയെക്കാളും ഏറ്റവും നല്ലൊരു പ്രൊഫഷൻ തന്നെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്കോടെ പാസ്സാകാനും എത്രയും പെട്ടെന്ന് നല്ലൊരു ജോലി, ഗവൺമെൻറ് ജോലിയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അബ്രോഡ് പോകാനാണെങ്കിൽ അങ്ങനെ ഒരു ജോലി നിങ്ങൾക്ക് നേടിയെടുക്കാനും പറ്റും. അതിനുവേണ്ട എല്ലാ സഹായങ്ങളും നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ വഴിയും നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് വഴിയും ഒക്കെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മുടെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്ത് ചോദിക്കാവുന്നതാണ്. അതുപോലെ മറ്റൊരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇതിലെ ഓരോ പോയിന്റും നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ആ ഒരു ഇൻവോൾവ്മെന്റ്, നിങ്ങൾ എത്രത്തോളം ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എൻഗേജ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ റെസ്പോണ്ട് ചെയ്യുന്നു, നിങ്ങൾ ലൈക്ക് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ കമന്റ് ചെയ്യുന്നുണ്ടോ, അതിനനുസരിച്ചാണ് നമ്മുടെ ചാനലിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ചാനൽ മറ്റുള്ളവരിലോട്ട് ഷെയർ ചെയ്ത് പോകുന്നു. സോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നത് പോലെ മറ്റുള്ളവർക്കും യൂസ്ഫുൾ ആകാൻ അതൊന്ന് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇനിയും തുടർന്നുള്ള ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതാത് സമയത്ത് തന്നെ ലഭിക്കുന്നതായിരിക്കും. അതിനുവേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ചാനലൊന്ന് റെഫർ ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അതിനെല്ലാത്തിനും ഉപരി നിങ്ങൾ നന്നായിട്ട് ഓരോ ടോപ്പിക്കും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗിൻ്റെ 1 എന്ന് പറയുന്നത് നമ്മൾ 5th സെമ്മിലാണ് പഠിച്ചത്. അപ്പോൾ നിങ്ങളിൽ എത്ര പേരത് പഠിച്ചു
അല്ലെങ്കിൽ ഇനി പഠിക്കാത്തവർ എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. എന്നാൽ പോലും ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ് 1ഉം നമ്മുടെ 6th സെമ്മിൽ പഠിക്കുന്ന ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ് 2ഉം കമ്പൈൻ ചെയ്ത് ടോട്ടലി നമുക്ക് 9 യൂണിറ്റുകളാണ് വരുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗ് നമ്മൾ 30 യൂണിറ്റ് പഠിച്ചാണ് എക്സാം എഴുതിയത്, അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് 9 യൂണിറ്റ് അല്ലേ ഉള്ളൂ എന്ന് വിചാരിക്കും. എന്നാൽ അങ്ങനെയല്ല. അവിടുത്തെ 30 യൂണിറ്റിനേക്കാൾ കൂടുതൽ കണ്ടന്റ് ആണ് ഈ 9 യൂണിറ്റുകളിലായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അതായത് ഫണ്ടമെന്റൽസിലെ 1 യൂണിറ്റ് 1 മണിക്കൂർ കൊണ്ട് തീർക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ 1 യൂണിറ്റ് 10 മണിക്കൂറിന്റെ ക്ലാസ്സുകൾ എടുത്തിട്ടാണ് നമ്മൾ പഠിപ്പിച്ചു തീർക്കുന്നത്. അത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള, വളരെ ഡെപ്തിൽ നോക്കി പഠിക്കേണ്ട കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. സോ വി നീഡ് മോർ ടൈം. അപ്പൊ ഈ 9 യൂണിറ്റിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് ഇത് നടന്നത് KUHSലാണ്, കേരള യൂണിവേഴ്സിറ്റിയിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. പക്ഷേ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും, രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ആയാലും NTR ആയാലും MGR ആയാലും ഒക്കെ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണ്. കാരണം നിങ്ങൾ എല്ലാവരും പഠിക്കുന്നത് ഒരേ സിലബസും ഒരേ ടെക്സ്റ്റ് ബുക്കുകളുമാണ്. ആ ഒരു എക്സാം നടത്തുന്ന സമയം മാത്രമാണ് വ്യത്യാസമായിട്ട് വരുന്നത്. നിങ്ങളുടെ എക്സാം പാറ്റേണും ഒന്ന് തന്നെയാണ്. അതായത് ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ് 1 and 2 കമ്പൈൻഡ് ആയിട്ട് 75 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഇതിൽ എയും ബിയും അങ്ങനെ ഒന്നും സെപ്പറേറ്റ് പാർട്ടില്ല, ടുഗദർ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഇതിന്റെ ഫസ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ചില യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് പാർട്ടായിരിക്കും, ചില യൂണിവേഴ്സിറ്റിയിൽ ലാസ്റ്റ് പാർട്ടായിട്ടാണ് MCQs വരുന്നത്. ദാറ്റ് ഈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. മാർക്ക് സ്കോർ ചെയ്യാൻ, നിങ്ങളുടെ പെർസെൻറ്റേജ് കൂട്ടിയെടുക്കാൻ ഏറ്റവും നല്ല വഴിയാണ് ഈ MCQs കറക്റ്റായിട്ട് ആൻസർ ചെയ്യുക എന്നുള്ളത്. കാരണം ഇവിടെ 12 വേർഡുകൾ മാത്രം എഴുതുമ്പോൾ നിങ്ങൾക്കവിടെ 12 മാർക്ക് കിട്ടും. എന്നാൽ 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെങ്കിൽ നിങ്ങൾ 3 പേജുകൾ നിറച്ചെഴുതണം. എന്നാൽ മാത്രമേ 5 മാർക്കിൽ ഒരു 4 മാർക്കെങ്കിലും അവിടെ കിട്ടത്തുള്ളൂ. ഈ വെറും 12 വേർഡുകൾ എഴുതി 12 മാർക്ക് വാങ്ങുന്നത് ഈസി അല്ലേ? ഇറ്റ്സ് വെരി ഈസി. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ MCQs 12 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, എസ്സേകൾ വരുന്നുണ്ട്, 2 എസ്സേ വരുന്നുണ്ട് 15 മാർക്കിന്റെ, പിന്നെ അത് കഴിഞ്ഞാൽ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്യാം. എക്സാമിന്റെ പാറ്റേണിനെ കുറിച്ചും അതിന്റെ ടിപ്സിനെ കുറിച്ചും ഒക്കെ നമ്മൾ ലാസ്റ്റ് നിങ്ങളുടെ എക്സാം ടൈം ടേബിൾ വന്നതിന് ശേഷമുള്ള ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ ഏതൊക്കെ ഏരിയകളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്ന് മനസ്സിലാക്കാനും എന്താണ് അതിൻ്റെ ശരിയായിട്ടുള്ള ആൻസർ, നിങ്ങൾ എത്രത്തോളം നിങ്ങൾ പഠിച്ചിരിക്കുന്നു, ഈ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വയം ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ വീഡിയോയിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ആൻസർ എന്താണെന്ന്. അത് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട് എന്നർത്ഥം. ഇനി അത് തെറ്റാണെങ്കിൽ ഇനിയും കൂടുതൽ അസിസ്റ്റൻസ് നിങ്ങൾക്ക് വേണം എന്നർത്ഥമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ MCQസിലോട്ട് പോകാം. ഇവിടെ നോക്കാം, ഇതിൽ ചോദിച്ച ഫസ്റ്റ് MCQ ഇതാണ്. വൈഡ് പൾസ് പ്രഷർ ആസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് ലാർജ് ലെഫ്റ്റ് ടു റൈറ്റ് ഷണ്ട് ഈസ് സീൻ ഇൻ. എന്താണ് പൾസ് പ്രഷർ? ദാറ്റ് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ സിസ്റ്റോളിക് BP ആൻഡ് ഡയസ്റ്റോളിക് BP. നമ്മുടെ ബ്ലഡ് പ്രഷറിൽ 120/80 എന്ന് നമ്മൾ നോർമൽ പറയാറുണ്ട്. ഇതിൽ ഈ ഒരു 120 എന്ന് പറയുന്നത് സിസ്റ്റോളിക് BPയും 80 എന്ന് പറയുന്നത് ഡയസ്റ്റോളിക് BPയുമാണ്. ഇവ തമ്മിലുള്ള ഡിഫറൻസ് 120 - 80 = 40 mmHg. ദാറ്റ് ഈസ് പൾസ് പ്രഷർ. എന്താണ് പൾസ് പ്രഷർ? സിസ്റ്റോളിക് BPയും ഡയസ്റ്റോളിക് BPയും തമ്മിലുള്ള വ്യത്യാസമാണ് പൾസ് പ്രഷർ. അപ്പോൾ എന്താണ് വൈഡ് പൾസ് പ്രഷർ എന്ന് പറഞ്ഞാൽ? അതായത് നോർമലി പൾസ് പ്രഷർ 40 ആണെങ്കിൽ അതിനേക്കാൾ കൂടുന്നു 50, 60, 70, 80 ഇങ്ങനെ പൾസ് പ്രഷറിന്റെ വാല്യൂ വരുന്നു. ഇത് ഏത് തരം ഷണ്ടിങ് ആണ്, അവിടെ ഏത് തരം ഷണ്ടിങ്, ഏത് ഡിസീസിലാണ് ഈ ഒരു വൈഡ് പൾസ് പ്രഷർ കാണുന്നത്? അപ്പോൾ നമുക്കിവിടെ ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റ് ASD, സെക്കൻഡ് ഓപ്ഷൻ വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റ് VSD, തേർഡ് ഓപ്ഷൻ PDA, ദാറ്റ് ഈസ് പാറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസസ്, ഓപ്ഷൻ D പാർഷ്യൽ അനോമലസ് പൾമണറി വീനസ് ഡ്രെയിനേജ്. കറക്റ്റ് ഓപ്ഷൻ എന്താണ്? നിങ്ങൾ ചിന്തിച്ചു നോക്കാം. ഇവിടെ ഷണ്ട് മീൻസ് അവിടെ എന്താ? പരസ്പരമുള്ള കണക്ഷനാണ് ഷണ്ട് എന്ന് പറഞ്ഞാൽ. ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ട് ബ്ലഡ് മിക്സ് ചെയ്യുന്നു, അങ്ങനെ ഒരു കണ്ടീഷൻ വരുന്നുണ്ട്. ഒപ്പം അവിടെ വൈഡ് പൾസ് പ്രഷറും, അതായത് പൾസ് പ്രഷർ അവിടെ കൂടുന്നു. അതിൻ്റെ അർത്ഥം സിസ്റ്റോളിക് BP വളരെ കൂടുതലും ഡയസ്റ്റോളിക് BP കുറവും ആകുന്നു. അത് ഏത് കണ്ടീഷനിലാണ്? ദാറ്റ് ഈസ് ഓപ്ഷൻ C
പാറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസിസ്. എന്താണ് പാറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസിസ് എന്ന് പറയുന്നത്? ദർ ഇസ് എ അബ്നോർമൽ കണക്ഷൻ ബിറ്റ്വീൻ പൾമണറി ആർട്ടറി ആൻഡ് അയോട്ട. അയോട്ടയും പൾമണറി ആർട്ടറിയും തമ്മിൽ കണക്ഷൻ നിലനിൽക്കുന്നു. ആക്ച്വലി ഫീറ്റൽ സർക്കുലേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. എന്താണ് ഫീറ്റൽ സർക്കുലേഷൻ? നമ്മുടെ നോർമൽ സർക്കുലേഷനും കുഞ്ഞ് യൂട്രസിൽ, അമ്മയുടെ യൂട്രസിലായിരിക്കുന്ന ഫീറ്റസിലെ സർക്കുലേഷനും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടെ ചെറിയ ചെറിയ സ്ട്രക്ചറൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ആ സർക്കുലേഷനാണ്, ഫീറ്റസിൻ്റെ സർക്കുലേഷനാണ് ഫീറ്റൽ സർക്കുലേഷൻ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 മാർക്കിന് ചോദിക്കുന്ന അല്ലെങ്കിൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്ന 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഫീറ്റൽ സർക്കുലേഷൻ. അത് നമ്മൾ പഠിക്കുന്നുണ്ട്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ട്യൂഷൻ ക്ലാസ്സിൽ കുട്ടികൾക്ക് പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും താല്പര്യമുള്ളവർക്ക് ഇനിയും ക്ലാസ്സിന് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഇനി ആവശ്യം പോലെ സമയമുണ്ട്. നമ്മളിപ്പോൾ 10ാമത്തെ യൂണിറ്റാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇതുവരെയുള്ള ക്ലാസ്സുകളെല്ലാം അവൈലബിൾ ആയിരിക്കും. ബാക്കി തുടർന്നുള്ള ക്ലാസ്സുകളും നിങ്ങളുടെ എക്സാം വരെയും എല്ലാ ക്ലാസ്സസും എത്ര തവണ കേട്ടും പഠിക്കാം. സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡൗട്ട്സുകളും ക്ലിയർ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് വൈഡ് പൾസ് പ്രഷർ ഉണ്ടാകുന്ന കണ്ടീഷൻ പാറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസിസ് ആണ്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. A wide pulse pressure in congenital heart disease, very very important condition. 15 mark question, 5 mark question. Congenital heart diseases, cyanotic and acyanotic heart diseases. കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന, ബൈ ബർത്ത് അവിടെ ഉണ്ടാകുന്ന ഡിസീസസിനെയാണ് കൺജനിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ജന്മനാൽ ഹാർട്ട് ഡിസീസസ് ഉണ്ടെങ്കിൽ അതിനെന്ത് നമ്മൾ പറയും? കൺജനിറ്റൽ ഹാർട്ട് ഡിസീസസ് എന്ന് പറയും. വൈഡ് പൾസ് പ്രഷർ അല്ലെങ്കിൽ ഹൈ പൾസ് പ്രഷർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സൈൻ ഓഫ് പാറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസിസ്, PDA-യുടെ ഒരു കോമൺ സൈൻ ആണ്. ഇത് സംഭവിക്കാൻ കാരണം എന്താണ്? When the ductus arteriosus, that is a blood vessel that normally closes shortly after birth. ഈ നോർമലി ഡക്ടസ് ആർട്ടീരിയോസിസ് എന്ന് പറയുന്നത് ഫീറ്റൽ സർക്കുലേഷനിൽ നോർമൽ ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. അതായത് നമ്മുടെ പൾമണറി ആർട്ടറിയും അയോട്ടയും തമ്മിലുള്ള ഒരു കണക്ഷൻ, ഒരു ബ്ലഡ് ഫ്ലോ നടക്കുന്ന ഒരു കണക്ഷനാണ്. അത് നോർമലി കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിയുമ്പോൾ അത് ക്ലോസ് ആകും. അത് ക്ലോസ് ആകാതെയുള്ള കണ്ടീഷനെയാണ് പാറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസിസ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള പൾമണറി ആർട്ടറിയും അയോട്ടയ്ക്കും ഇടയിലുള്ള ഈ ഡക്ടസ് ആർട്ടീരിയോസിസ് ഓപ്പൺ ആയിരിക്കുകയാണെങ്കിൽ അവർക്ക് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ വളരെ കൂടുതലും ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ വളരെ കുറവുമായിരിക്കും. അതായത് അവിടെ ലെഫ്റ്റ്, നമ്മുടെ ഹാർട്ടിനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഹാർട്ടിന്റെ ലെഫ്റ്റ് വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്യുന്നു, ബ്ലഡ് അയോട്ടയിൽ പോകുന്നു. അയോട്ടയിൽ പോകുന്നുണ്ടെങ്കിലും അവിടെ സിസ്റ്റോളിക് BP ഹൈയിൽ തന്നെ നിൽക്കും അത് പോകുമ്പോൾ. പക്ഷേ അവിടെ നിന്ന് എന്ത് ചെയ്യും? ഡയസ്റ്റോളിക് BP വളരെ കുറഞ്ഞു പോകും. കാരണം ഇവിടെ നിന്ന് ബ്ലഡ് എന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തിലോട്ട് പല ഭാഗങ്ങളോട്ട് പോകുന്നതിന് പകരം കുറച്ച് ബ്ലഡ് പൾമണറി ആർട്ടറിയിലോട്ട് എൻ്റർ ചെയ്യും. അങ്ങനെ ബ്ലഡിൻ്റെ പ്രഷർ അവിടെ കുറഞ്ഞു പോകും. ഇങ്ങനെ ഡയസ്റ്റോളിക് BP എന്ത് ചെയ്യുന്നു? കുറവാകുന്നു. ഒരു ഹൈ വാല്യൂം ഒരു ലോ വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വളരെ വലുതായിരിക്കും. സോ വൈഡ് ബൾഡ് പ്രഷർ ആയിരിക്കും, വൈഡ് പൾസ് പ്രഷർ ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്. നോർമലി ഡക്ടസ് ആർട്ടീരിയോസിസ് അവിടെ ക്ലോസ് ആകും. അവിടെ നമ്മുടെ നോർമൽ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷറും നോർമൽ ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷറും അവിടെ ഉണ്ടാകും. ഇവിടെ തിരിച്ച് ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ അവിടെ കുറഞ്ഞു പോകുന്നു. അങ്ങനെ പൾസ് പ്രഷർ എന്ത് ചെയ്യുന്നു? ഹൈ ആയി മാറുന്നു. അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതായി മാറിയത്? ഓപ്ഷൻ സി, പാറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസിസ്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഈ ഒരു കൺജനിറ്റൽ ഹാർട്ട് ഡിസീസിൽ നിന്ന് 1 മാർക്ക് ക്വസ്റ്റ്യൻ മാത്രമേ ചോദിക്കത്തുള്ളൂ. ഇല്ല. കൺജനിറ്റൽ ഹാർട്ട് ഡിസീസസ് ഇറ്റ് ഈസ് ആസ്ക്ഡ് ഫോർ 15 മാർക്സ്. മുമ്പ് അത് 10 മാർക്കിനായിരുന്നു, ഇപ്പോൾ 15 മാർക്കിന് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലുള്ള ഓരോ കൺജനിറ്റൽ ഡിഫക്റ്റ് ASD 5 മാർക്ക് ക്വസ്റ്റ്യൻ, VSD 5 മാർക്ക് ക്വസ്റ്റ്യൻ, PDA 5 മാർക്ക് ക്വസ്റ്റ്യൻ, TOF ടെട്രോളജി ഓഫ് ഫെലോട്ട് 5 മാർക്ക് ക്വസ്റ്റ്യൻ. ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യനും 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ഇതിലുള്ള പല ഫീച്ചേഴ്സ് വെച്ചിട്ട് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരാം. സോ ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടു സ്റ്റഡി തറൗലി all congenital heart diseases. There are so many congenital heart diseases. Aortic stenosis ഉണ്ട്, pulmonary stenosis ഉണ്ട്, ASD ഉണ്ട്, atrial septal defect ഉണ്ട്, ventricular septal defect ഉണ്ട്, aortic coarctation ഉണ്ട്, tetralogy of Fallot ഉണ്ട്. ഇങ്ങനെ പല ഡിസീസ് ഉണ്ട്. ഓരോന്നും കംപ്ലീറ്റ്ലി നമ്മൾ പഠിച്ചിരിക്കണം. ബൈകാസ്പിഡ് അയോർട്ടിക് വാൾവ്, ഏട്രിയൽ സെപ്റ്റൽ, അതുപോലെ കൺജനിറ്റൽ ഹാർട്ട് ബ്ലോക്ക്, വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റ്, ഇങ്ങനെ എല്ലാ കണ്ടീഷൻസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കുക. നെക്സ്റ്റ്, 2ാമത്തെ ക്വസ്റ്റ്യൻ, ബർത്ത് വെയ്റ്റ് ക്വാഡ്രബിൾ ബൈ, അതായത് 4 മടങ്ങ് 4 ടൈംസ് ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ മിനിമം 2.25 കിലോ വെയിറ്റ് എങ്കിലും അവിടെ ഉണ്ടാകണം നോർമലി. ഇനി ഇതിനേക്കാൾ കുറവാണെങ്കിലാണ് ലോ ബർത്ത് വെയ്റ്റ് ബേബി എന്ന് നമ്മൾ പറയുന്നത്.
അപ്പോൾ എത്രയാണോ കുഞ്ഞിൻ്റെ ബർത്ത് വെയിറ്റ്, കുഞ്ഞ് ജനിച്ചപ്പോൾ ഉണ്ടായിരുന്ന ബർത്ത് വെയിറ്റ്, അത് 2 കിലോ ആയിരിക്കാം, 3 കിലോ ആയിരിക്കാം, 3.5 കിലോ ആയിരിക്കാം, എത്രയായിക്കോട്ടെ, കുഞ്ഞ് ജനിച്ചപ്പോൾ ഉള്ള വെയിറ്റ് അത് 1 മടങ്ങ് കൂടി, അതായത് ഡബിളായി മാറുന്നത് എപ്പോഴാണ്, 3 മടങ്ങാകുന്നത് എപ്പോഴാണ്, 4 മടങ്ങാകുന്നത് എപ്പോഴാണ്, ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം കുഞ്ഞുങ്ങൾക്ക് നോർമൽ ഗ്രോത്ത് സംഭവിക്കുന്നുണ്ടോ, വെയിറ്റ് ഗെയിൻ സംഭവിക്കുന്നുണ്ടോ, നോർമൽ ന്യൂട്രീഷൻ അവിടെ കിട്ടുന്നുണ്ടോ എന്നറിയാൻ നമുക്ക് ആകെയുള്ള ഒരു വഴി എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെ ഹൈറ്റും വെയിറ്റും ചെക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ബർത്ത് വെയിറ്റ് ക്വാർട്ടറബിൾ, ദാറ്റ് ഈസ് 4 ടൈംസ് ആകുന്നത് എപ്പോഴാണ്? ഓപ്ഷൻ എ 5 months ആണോ, ഓപ്ഷൻ ബി 1 year ആണോ, ഓപ്ഷൻ സി 18 months ആണോ, ഓപ്ഷൻ ഡി 2 years ആണോ? ഇതുപോലെയുള്ള ചെറിയ പോയിന്റുകളിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നത് കൊണ്ടാണ് ഞാൻ ട്യൂഷൻ എടുത്തപ്പോൾ ക്ലാസ്സിലെ കുട്ടികൾക്ക്, നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, ഓരോ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റും ഞാൻ ഓരോ പോയിന്റ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഏതാണ്? വെയിറ്റ്, ബർത്ത് വെയിറ്റ് 4 മടങ്ങാകുന്നത് 2 വയസ്സാകുമ്പോഴാണ്. അതായത് 2-2.5 വയസ്സ്. ഏകദേശം ചില ബുക്കുകൾ 2 വയസ്സെന്ന് പറയുന്നുണ്ട്, ചിലതിൽ 2.5 വയസ്സെന്ന് പറയുന്നുണ്ട്. 2-2.5 വയസ്സാകുമ്പോഴാണ് ഇത് 4 മടങ്ങ് ആകുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തോന്നൂലേ, ഇനി ബാക്കിയുള്ളതൊക്കെ എങ്ങനെയാണ്? 2 മടങ്ങാവുന്നത് എപ്പോഴാണ്, 3 മടങ്ങാവുന്നത് എപ്പോഴാണ്, 4 മടങ്ങാവുന്നത് എപ്പോഴാണെന്നുള്ളത് നോക്കൂ. ഇവിടെ ഞാൻ ഹൈറ്റിൻ്റെയും വെയിറ്റിൻ്റെയും വ്യത്യാസം എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഹൈറ്റ് ഇവിടെ നോക്കുക. ഹൈറ്റ് ഇൻക്രീസസ് ഫ്രം ബർത്ത് ടു മെച്യൂരിറ്റി. നമ്മൾ ജനിക്കുന്നത് മുതൽ നമ്മൾ മെച്യൂർ ആകുന്നത് വരെയാണ് ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നത്. എന്നാൽ വെയിറ്റ് അങ്ങനെയാണോ? ഇല്ല. ത്രൂ ഔട്ട് നമ്മുടെ ലൈഫിൽ വെയിറ്റ് കൂടുകയും കുറയുകയും ചെയ്യും. Rapid increase height occurs during infancy and adolescence. Average length of a newborn, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ, ഓൺവേർഡ് ക്വസ്റ്റ്യൻ ആണ്, കുഞ്ഞ് ജനിക്കുമ്പോൾ എത്രയായിരിക്കും നോർമലി ഉള്ള ഹൈറ്റ് എന്ന് പറയുന്നത്? 45 to 50 സെൻറ്റിമീറ്റർ. ഇത് അതിനുശേഷം 2-2.5 സെൻറ്റിമീറ്റർ വീതം ഓരോ മാസവും കൂടും. ആദ്യത്തെ 6 മാസം ഈ ഒരു 2-2.5 സെൻറ്റിമീറ്റർ വെച്ച് കൂടുകയും അടുത്ത 6 മാസം 1.25 സെൻറ്റിമീറ്റർ വെച്ച് ഓരോ മാസം കൂടുകയും ചെയ്യും. അങ്ങനെ കുഞ്ഞ് 1 വയസ്സാകുമ്പോൾ കുഞ്ഞിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയായി മാറും? 45 to 50 സെൻറ്റിമീറ്റർ ജന്മനാ ഉണ്ടായിരുന്ന ഹൈറ്റ് 1 വയസ്സാകുമ്പോൾ 75 സെൻറ്റിമീറ്റർ ആയിട്ട് മാറും. എന്നാൽ കുഞ്ഞിൻ്റെ ഹൈറ്റ് ഡബിൾ ആകുന്നത് എപ്പോഴാണ്? 4 വയസ്സാകുമ്പോഴാണ്. മനസ്സിലാകുന്നുണ്ടോ? ജനിക്കുമ്പോൾ 50 സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നു, അത് 1 വയസ്സായപ്പോൾ 75 സെൻറ്റിമീറ്റർ ആയി. എന്നാൽ അത് ഈ ഒരു ജന്മനാ ഉണ്ടായിരുന്ന 50 സെൻറ്റിമീറ്റർ 100 സെൻറ്റിമീറ്റർ ആകണമെങ്കിൽ 4 വയസ്സ് ആകണം. എന്നാൽ ഇതിൻ്റെ ഹൈറ്റ് 3 ഇരട്ടിയാകുന്നത്, 50 എന്നുള്ളത് 150 സെൻറ്റിമീറ്റർ ആകുന്നത് എപ്പോഴാണ്? 13 വയസ്സാകുമ്പോഴാണ്. ഇത് ഓർത്തിരിക്കുക, ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇനി വെയിറ്റ് എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? വെയിറ്റ് ഈസ് ദ ബെസ്റ്റ് ഗ്രോസ് ഇൻഡെക്സ് ഓഫ് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് ഓഫ് ചിൽഡ്രൻ. ആവറേജ് വെയിറ്റ് ഓഫ് എ ന്യൂ ബോൺ ഈസ് 2.5 to 3.5 kg. 2.5 കിലോ മുതൽ 3.5 കിലോ വരെയാണ് കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ആരോഗ്യപരമായിട്ടുള്ള വെയിറ്റ് എന്ന് പറയുന്നത്. കുഞ്ഞ് ജനിച്ച് ആദ്യത്തെ 10 ദിവസം വെള്ളത്തിൻ്റെ അളവ് ശരീരത്തിലെ ഡീഹൈഡ്രേഷൻ കൊണ്ട് സംഭവിക്കും, കുറച്ചൊന്ന് വെയിറ്റ് ലോസ് ഉണ്ടാകും. എന്നാൽ 10 ദിവസം കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ ഒരു 5-6 മാസം ഓരോ ദിവസം കുഞ്ഞിന് 30 ഗ്രാം വെയിറ്റ് അവിടെ കൂടിക്കൊണ്ടിരിക്കുകയും ആദ്യത്തെ 6 മാസമാകുമ്പോൾ കുഞ്ഞിൻ്റെ ജന്മനാ ഉള്ള വെയിറ്റ് ബർത്ത് വെയിറ്റിൻ്റെ 2 മടങ്ങ് ആകും. അതായത് ജനിച്ചപ്പോൾ 2.5 kg ഉണ്ടായിരുന്നെങ്കിൽ 6 മാസമാകുമ്പോൾ അത് 5 കിലോ ആയിട്ട് മാറും, ഡബിൾ ആയിട്ട് മാറും. അതിനുശേഷം 6 മാസം കഴിയുമ്പോൾ കുഞ്ഞിൻ്റെ വെയിറ്റ് കൂടുന്നത് 15 ഗ്രാം വെച്ചിട്ടാവും. ഓരോ ദിവസവും 15 ഗ്രാം ആയിരിക്കും ഓരോ ദിവസവും കൂടുന്നത്. അങ്ങനെ 6 മാസം കഴിഞ്ഞ് 1 വയസ്സാകുമ്പോൾ, അതായത് അവിടെ 2 മടങ്ങായത് 6 മാസമായപ്പോഴാണ് അല്ലേ, 6 മാസമായപ്പോൾ 2 മടങ്ങായെങ്കിൽ 1 വയസ്സാകുമ്പോൾ അവിടെ എന്ത് ചെയ്യും? 3 മടങ്ങായി മാറും. എന്നാൽ ഇത് 4 മടങ്ങാവുന്ന എപ്പോഴാണ്? 2 വയസ്സ് അല്ലെങ്കിൽ 2.5 വയസ്സാകുമ്പോൾ ഇത് 4 മടങ്ങായി മാറും. അതായത് കുഞ്ഞ് 2.5 കിലോ ഉണ്ടായിരുന്നു, അത് 10 കിലോ ആയി മാറുന്നത് എപ്പോഴാണ്? 2 അല്ലെങ്കിൽ 2.5 വയസ്സ് ആകുമ്പോഴാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ്, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, നിയോനേറ്റൽ കംപ്രഷൻ വെന്റിലേഷൻ റേഷ്യോ. അപ്പോൾ നമ്മുടെ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ പറയുമ്പോൾ ഇത് നമ്മുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിനകത്ത് വരുന്നതാണ്. റീസെൻ്റ് ആയിട്ട് നടന്ന ക്വസ്റ്റ്യനിൽ എസ്ഐക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് നമ്മുടെ ചൈൽഡ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഓരോ സ്റ്റേജ് വൈസ്ഡ് ആയിട്ടുള്ള മോട്ടോർ ഡെവലപ്മെൻറ്റ്, സെൻസറി ഡെവലപ്മെൻറ്റ്, ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്, എല്ലാ തരത്തിലുള്ള സോഷ്യൽ സ്കില്ല്, ഇതെല്ലാ ഡെവലപ്മെൻറ്റ്സും വെച്ചിട്ട് എസ്ഐക്കാണ് ചോദിച്ചത്. അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. നെക്സ്റ്റ്, നിയോനേറ്റൽ കംപ്രഷൻ വെന്റിലേഷൻ റേഷ്യോ. എന്താണിത്? ഇറ്റ് ഈസ് നിയോനേറ്റൽ റെസിസ്റ്റേഷൻ, ദാറ്റ് ഈസ് CPR.
CPR നമ്മൾ എപ്പോഴാണ് കൊടുക്കുന്നത്? കുഞ്ഞുങ്ങൾ ബ്രീത്ത് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് ഇല്ല, കുഞ്ഞുങ്ങൾ അൺറെസ്പോൺസീവായി മാറുന്ന സമയത്ത് CPR കൊടുക്കും. കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല ആർക്കായാലും കാർഡിയക് അറസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ CPR കൊടുക്കും. പക്ഷേ ഓരോ ഏജിനനുസരിച്ച് നമ്മളവിടെ കൊടുക്കുന്ന റേറ്റ്, കംപ്രഷൻ, ചെസ്റ്റ് കംപ്രഷൻ കൊടുക്കുന്നതും വെന്റിലേഷൻ അല്ലെങ്കിൽ ബ്രീത്തിങ് കൊടുക്കുന്നതിന് റേറ്റ് വ്യത്യാസമുണ്ട്. കുഞ്ഞുങ്ങളുടെ കംപ്രഷൻ വെന്റിലേഷൻ റേഷ്യോ എത്രയാണ്? 1:1 ആണോ, 1:2 ആണോ, 3:1 ആണോ, 1:4 ആണോ? കറക്റ്റ് ഓപ്ഷൻ 3:1 ആണ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. 10 മാർക്ക് ക്വസ്റ്റ്യൻ, 5 മാർക്ക് ക്വസ്റ്റ്യൻ, 2 മാർക്ക് ക്വസ്റ്റ്യൻ, 1 മാർക്ക് ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് നിയോനേറ്റൽ റെസിസ്റ്റേഷൻ. കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ നമ്മുടെ ജീവനോടെ, അമ്മയുടെ യൂട്രസിൽ ജീവനോടെയുള്ള കുഞ്ഞ് ജീവനോടെ നമ്മുടെ കൈകളിൽ കിട്ടുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി വെരി പ്രീഷ്യസ് തിങ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ലേബർ റൂമിലൊക്കെയുള്ള അല്ലെങ്കിൽ സർജിക്കൽ സിസേറിയൻ CS ചെയ്യുന്ന, സിസേറിയൻ സെക്ഷൻ ചെയ്യുന്ന ആൾക്കാരെല്ലാം അത്രയും കെയർഫുൾ ആയിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ആ ഒരു ജീവൻ ഇങ്ങനെ അമ്മയുടെ വയറ്റിൽ നിന്ന്, നമ്മുടെ യൂട്രസിൽ നിന്ന് പുറത്ത് നമുക്ക് കിട്ടുക, ജീവനോടെ കിട്ടുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ ചില കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ജനിച്ചു കഴിയുമ്പോൾ കരയാറില്ല. കരയുന്നു എന്ന് പറഞ്ഞാൽ ബ്രീത്ത് ചെയ്യുന്നു എന്നർത്ഥം. ബ്രീത്ത് ചെയ്തില്ല എങ്കിൽ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ ലൈഫ് സേവ് ചെയ്യാനുള്ള ഒരു റെസ്ക്യൂ മെഷറാണ് നമ്മുടെ നിയോനേറ്റൽ റെസിസ്റ്റേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ പ്രൊസീജിയർ കംപ്ലീറ്റ്ലി നിങ്ങൾ പഠിച്ചിരിക്കണം. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടെ ഇതിൻ്റെ കംപ്രഷനും വെന്റിലേഷൻ റേഷ്യോ എന്ന് പറയുന്നത് 3:1 അതായത് 3 കംപ്രഷൻ കൊടുക്കുമ്പോൾ 1 വെന്റിലേഷൻ കൊടുക്കണം, 1 ബ്രീത്തിങ് കൊടുക്കണം. ചെസ്റ്റ് കംപ്രഷൻസ് ആർ പ്രൊവൈഡഡ് ബൈ യൂസിങ് എയ്തർ തമ്പ് ടെക്നിക്. അതും ഓൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്നതാണ്. നമ്മൾ അഡൽട്ടിന് കംപ്രഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ 2 കൈകളുടെയും പാം മേൽക്ക് മേൽ വെച്ചാണ് നമ്മളവിടെ എന്ത് ചെയ്യുന്നൊരു അവിടെ കംപ്രഷൻ കൊടുക്കുന്നത്, സ്റ്റേണത്തിൻ്റെ ലോവർ പോർഷനിൽ. എന്നാൽ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് അത്രയും വലിയൊരു കൈയെടുത്ത് വെച്ച് കംപ്രഷൻ ചെയ്യേണ്ട കാര്യമില്ല. പകരം നമ്മൾ 2 കൈയിൻ്റെ തമ്പ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ 2 ഫിംഗേഴ്സ് ഉപയോഗിച്ചിട്ടാണോ നമ്മളവിടെ കംപ്രഷൻ ചെയ്യുന്നത്. ഡ്യൂറിങ് കംപ്രഷൻ എത്ര അളവിലാണ് നമ്മളവിടെ ഡിപ്രസ് ചെയ്യേണ്ടത്? ദാറ്റ് ഈസ് 1/2 to 3/4 ഇഞ്ച്, 1/2 മുതൽ 3/4 ഇഞ്ച് വരെയാണ് നമ്മൾ ആ ഒരു കംപ്രഷൻ്റെ ഡെപ്ത് വരേണ്ടത്. അവിടെ കംപ്രഷൻ കൊടുക്കുമ്പോൾ 1 മിനിറ്റിൽ 90 ചെസ്റ്റ് കംപ്രഷൻസ് കൊടുക്കണം. ആ ഓരോ 3 കംപ്രഷൻ കൊടുക്കുമ്പോഴും 1 വെന്റിലേഷൻ കൊടുക്കുക. ദാറ്റ് ഈസ് 3:1 അല്ലെങ്കിൽ 1:3, 3 കംപ്രഷൻ 1 വെന്റിലേഷൻ എന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഞാൻ ആ ഒരു ക്വസ്റ്റ്യൻ്റെ പോയിന്റ് മാത്രമേ ഇവിടെ പറഞ്ഞുള്ളൂ. ഇതിൻ്റെ ഡീറ്റെയിൽ ക്ലാസ്സസ് എല്ലാം ഞാൻ നമ്മുടെ ട്യൂഷൻ ക്ലാസ്സിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ട്യൂഷനിലുള്ള കുട്ടികൾക്ക് അതിൽ കിട്ടും. അല്ലാത്തവർ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിച്ച് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഏരിയ. നെക്സ്റ്റ്, 4th question. The Oedipus complex is associated with which psychosexual stage? എറിക്സന്റെ തിയറി. സൈക്കോസെക്ഷൽ ഡെവലപ്മെൻറ്റ്, ഓരോ കുഞ്ഞുങ്ങളുടെ ജനിച്ചു കഴിഞ്ഞാൽ ഓരോ സ്റ്റേജ്, ഓറൽ സ്റ്റേജ്, ഏനൽ സ്റ്റേജ്, ഫാലിക് സ്റ്റേജ്, ജെനിറ്റൽ സ്റ്റേജ്. ഇതിൽ എഡിപ്പസ് കോംപ്ലക്സ് ഏത് സ്റ്റേജുമായിട്ട് അസോസിയേറ്റഡ് ആണ്? ദാറ്റ് ഈസ് ഇതിലേതാണ്? ഓറലാണോ, ഏനലാണോ, ഫാലിക് ആണോ, ജെനിറ്റൽ ആണോ? കറക്റ്റ് ഓപ്ഷൻ C, ഫാലിക് സ്റ്റേജ്. ദാറ്റ് ഈസ് സൈക്കോസെക്ഷൽ സ്റ്റേജ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ സൈക്കോസെക്ഷൽ ഡെവലപ്മെൻറ്റ്. അത് മാത്രം 5 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. നമ്മൾ ഫസ്റ്റ് സെം മുതൽ പഠിക്കുന്ന ഒരു ഏരിയ ആണിത്. ഫസ്റ്റ് സെമ്മിൻ്റെ സൈക്കോളജിയിൽ മുതൽ നമ്മൾ ഈ സൈക്കോസെക്ഷൽ ഡെവലപ്മെൻറ്റ്, ഇതിൻ്റെ ഓരോ സ്റ്റേജസും അവിടെ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതുവരെ നിങ്ങൾ പഠിച്ചിട്ടില്ല എങ്കിൽ ഇപ്പം നിങ്ങൾ പഠിക്കണം. ഈ ഒരു 6th സെമ്മിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓറൽ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇൻഫാൻസി അല്ലെങ്കിൽ ഫസ്റ്റ് ഇയർ ഓഫ് ലൈഫാണ്. അവിടെ നമ്മൾ കുഞ്ഞുങ്ങളുടെ പ്ലഷറാണ് അവിടെ കൊടുക്കുന്നത്, ഗ്രാറ്റിഫിക്കേഷൻ, വിശക്കുമ്പോൾ ഭക്ഷണം കിട്ടുക, കെയർ കിട്ടുക. നെക്സ്റ്റ്, രണ്ടാമത്തത് ഏനൽ സ്റ്റേജ്. 2 വയസ്സ് മുതൽ 3 വയസ്സ് വരെ ടോൾഡർ പീരീഡാണ് ഏനൽ സ്റ്റേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഫാലിക് സ്റ്റേജ്, അതാണ് പ്രീ സ്കൂൾ പീരീഡ്, എൻഡ് ഓഫ് 3rd ഇയർ ടു അപ് ടു 5 ഇയർ. 3 വയസ്സിൻ്റെ അവസാനം മുതൽ 5 വയസ്സ് വരെയുള്ള സമയം. ആ സമയത്ത് ഈ ഒരു സ്റ്റേജിലാണ് ദിസ് സ്റ്റേജ് ബോയ്സ് ഫിക്സേറ്റ് ഓൺ ദ മദർ ആസ് സെക്ഷൽ ഓബ്ജക്ട്, ബട്ട് ദ ചൈൽഡ് ഇവഞ്ച്വലി ഓവർകംസ് ആൻഡ് റിപ്രസ് ദിസ്. കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നു? ഓപ്പോസിറ്റ് സെക്സിനുള്ള പാരൻസിനോട് കൂടുതൽ അട്രാക്ഷൻ ഉണ്ടാകുന്നു. അതായത് പെൺകുട്ടിയാണെങ്കിൽ അച്ഛനോടും ആൺകുട്ടിയാണെങ്കിൽ അമ്മയോടും കൂടുതൽ അട്രാക്ഷൻ വരുന്നു. ഇതാണ് ഇഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഒക്കറിങ് ഇൻ ഫാലിക് സ്റ്റേജ്. ഇതിൻ്റെ എല്ലാ സ്റ്റേജും അറിയണം. അടുത്തത് ലേറ്റൻസി സ്റ്റേജ് ഉണ്ട്, ലാസ്റ്റ് ജെനിറ്റൽ സ്റ്റേജ് ഉണ്ട്. ഓക്കെ, ഓരോ സ്റ്റേജിൻ്റെയും പ്രത്യേകതകളും, ഇലക്ട്ര കോംപ്ലക്സ് വരുന്നത് എപ്പോഴാണ്, അതുപോലെ ഇഡിപ്പസ് കോംപ്ലക്സ് എപ്പോഴാണ് വരുന്നത്, എല്ലാം നിങ്ങൾ നോക്കി വെക്കുക. ഏത് ഏരിയയിൽ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം. നെക്സ്റ്റ്, 5th question. Which of the following is a case of metabolic acidosis with a normal anion gap?
എന്താണ് നോർമൽ ആനിയോൺ ഗ്യാപ്പ് എന്ന് പറയുന്നത്? നമ്മുടെ മെറ്റബോളിക് അസിഡോസിസ്, മെറ്റബോളിക് ആൽക്ലോസിസ്, റെസ്പിറേറ്ററി അസിഡോസിസ്, റെസ്പിറേറ്ററി ആൽക്ലോസിസ്, ഇങ്ങനെ ആസിഡ് ബേസ് ഇംബാലൻസുകൾ പഠിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മെറ്റബോളിക് അസിഡോസിസിൻ്റെ കാരണങ്ങൾ തന്നെയാണ്. ലാക്റ്റിക് അസിഡോസിസ്, കീറ്റോ അസിഡോസിസ്, ഡയേറിയ, റീനൽ ഫെയിലുവർ, ഇതിലെല്ലാം മെറ്റബോളിക് അസിഡോസിസ് ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഇതിലൊന്നിൽ മാത്രം ആനിയോൺ ഗ്യാപ്പ് എന്ന് പറയുന്നത് സെയിം അല്ലെങ്കിൽ നോർമലാണ്. അത് എന്താണ് ഈ ആനിയോൺ ഗ്യാപ്പ് എന്ന് പറയുന്നത്? കാറ്റിയോണിൻ്റെ നമ്പേഴ്സും ആനിയോണിൻ്റെ നമ്പേഴ്സും തമ്മിലുള്ള ഡിഫറൻസ്, അതിനാണ് ആനിയോൺ ഗ്യാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ ബി ഡയേറിയയിൽ മാത്രമാണ് നോർമൽ ആനിയോൺ ഗ്യാപ്പ് വരുന്നത്. ഇത് മാത്രമല്ല വേറെയുമുണ്ട്. മെറ്റബോളിക് അസിഡോസിസിൻ്റെ കാരണങ്ങളാണ് ഇവിടെ മുഴുവൻ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഹൈ ആനിയോൺ ഗ്യാപ്പ് വരുന്നത് ലാക്റ്റിക് അസിഡോസിസ്, കീറ്റോ അസിഡോസിസ്, റീനൽ ഫെയിലുവർ, മെത്തനോൾ ഇഞ്ചക്ഷൻ, എത്തിലിൻ ഗ്ലൈക്കോൾ ഇഞ്ചക്ഷൻ, സാലിസിലേറ്റ് ടോക്സിസിറ്റി, ഇതിലെല്ലാം ഹൈ ആനിയോൺ ഗ്യാപ്പ് വരികയും, എന്നാൽ ഡയേറിയ, ഐസോട്ടോണിക് സലൈൻ ഇൻഫ്യൂഷൻ, റീനൽ ഇൻസഫിഷ്യൻസി, ഏർലി റീനൽ ഇൻസഫിഷ്യൻസി, റീനൽ ട്യൂബുലർ അസിഡോസിസ്, അസെറ്റാസോളമൈഡ് ആൻഡ് യൂറട്രോ എൻഡ്രോസ്റ്റോമി, ഇതിലെല്ലാം നോർമൽ ആനിയോൺ ഗ്യാപ്പാണ് ഉണ്ടാകുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ വലിയ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. ഇതുപോലെ റെയർ ആയിട്ട് ടഫായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ, നമ്മൾ അത്രയും ശ്രദ്ധിക്കാത്തൊരു ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതിലൊന്നാണ് ഇത്. അപ്പോൾ ഇപ്പം നിങ്ങളിത് പഠിച്ചിരിക്കുക. ഡയേറിയയിൽ നോർമൽ ആനിയോൺ ഗ്യാപ്പാണ്. നെക്സ്റ്റ് 6th ക്വസ്റ്റ്യൻ. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. മസ്ക്ലോസ്കെൽറ്റൽ ഡിസോർഡർ, കൺജനിറ്റൽ മസ്ക്ലോസ്കെൽറ്റൽ ഡിസോർഡർ ആണ്. ദാറ്റ് ഈസ് വിൻ സ്വെപ്റ്റ് സൈൻ ഓർ വിൻ സ്വെപ്റ്റ് ഡിഫോർമിറ്റി. ഏത് പേഷ്യൻസിലാണ് കാണുന്നത്? സ്കർവിയിലാണോ, റിക്കറ്റ്സിലാണോ, അക്കൻഡ്രോപ്ലേഷ്യയിലാണോ, ഓസ്റ്റിയോപൊറോസിസിലാണോ? എന്താണ് സ്കർവി? വിറ്റമിൻ ഡെഫിഷ്യൻസി, വിറ്റമിൻ സി ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന രോഗമാണ് സ്കർവി. ദർ ഇസ് നോ ഇമ്പോർട്ടൻസ് റിലേറ്റഡ് ടു സ്കെൽറ്റൽ സിസ്റ്റം. റിക്കറ്റ്സ് വിറ്റമിൻ ഡി ഡെഫിഷ്യൻസിയാണ്. So the correct option, windswept sign or windswept deformity seen in vitamin D deficiency or rickets. കുട്ടികളിൽ വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്നത് റിക്കറ്റ്സും, അഡൽട്ടിൽ വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്നത് ഓസ്റ്റിയോ മലേഷ്യയുമാണ്. രണ്ടും ഒരേ കണ്ടീഷൻ തന്നെയാണ്. അതിന് ഉണ്ടാകുന്ന ആൾക്കാരുടെ ഏജ് അനുസരിച്ച് രണ്ട് പേരിൽ പറയുന്നു. ഇനി നമുക്ക് വിൻഡ് സ്വെപ്റ്റ് സൈൻ അല്ലെങ്കിൽ അതിൻ്റെ ഡിഫോർമിറ്റി എന്താണെന്ന് അറിയേണ്ടത് ഇതാണ്. നമ്മൾ കൺജനിറ്റൽ അബ്നോർമാലിറ്റീസിൽ ജനു വാരവും ജനു വാൽഗം എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ? ജനു വാരം ആൻഡ് ജനു വാൽഗം, അതായത് ബോലെഗ്നസും അതുപോലെ നോക്ക് നീസും, അതാണ് ജനു വാരവും ജനു വാൽഗവും. അതായത് രണ്ട് കാലിൻ്റെയും എല്ലുകൾ ഇങ്ങനെ ലോക്ക്ഡ് ആയിട്ട് വരാം, അതുപോലെ രണ്ട് കാലും ഇങ്ങനെ വരാം, തിരിച്ചും വരാം. ഇതാണ് ജനു വാൽഗവും ജനു വാരവും എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു വിൻ സ്വെപ്റ്റ് ഡിഫോർമിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കാലിൽ ജനു വാരവും ഒരു കാലിൽ ജനു വാൽഗവും. അങ്ങനെ ഈ ഒരു കണ്ടീഷൻ നോക്കി, ഈ ഒരു കാല് കണ്ടോ, ഒന്ന് ജനു വാരവും ഒന്ന് ജനു വാൽഗവുമാണ്. അത് രണ്ടും ഒരുമിച്ച് വന്നാൽ ഇതിനെയാണ് എന്ത് പറയുന്നത്? വിൻ സ്വെപ്റ്റ് ഡിഫോർമിറ്റി എന്ന് പറയുന്നത്. ഇത് വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി അല്ലെങ്കിൽ റിക്കറ്റ്സ് ഉള്ള ആൾക്കാർക്കാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. 8ാമത്തെ ക്വസ്റ്റ്യൻ. ആൻറ്റീരിയർ ഫോണ്ടനെല്ലെ ക്ലോസസ് അറ്റ് ദ ഏജ് ഓഫ്. എന്താണ് ഫോണ്ടനെല്ലെ? കുഞ്ഞുങ്ങൾ ന്യൂ ബോൺസ് ജനിക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ തലയിൽ ബോണുകൾക്കിടയിലായിട്ട് നമ്മുടെ തലയിൽ ഏറ്റവും മുകളിലായിട്ട് ഒരു ക്ലോസിംഗ് പോയിന്റും ബാക്കിലായിട്ട് ഒരു ക്ലോസിംഗ് പോയിന്റും ഉണ്ട്. ഇതിനെ ആൻറ്റീരിയർ ഫോണ്ടനൽ എന്നും ഇതിനെ പോസ്റ്റീരിയർ ഫോണ്ടനൽ എന്നുമാണ് പറയുന്നത്. കുഞ്ഞുങ്ങൾ ജനിക്കുന്ന സമയത്ത് ഇത് രണ്ടും കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയിരിക്കത്തില്ല. നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ബ്രെയിൻ, അതിന് നമ്മുടെ സോഫ്റ്റ് ടിഷ്യൂസ് നമുക്ക് പാൽപ്പേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ബലം കൊടുക്കാൻ പാടില്ല, നമ്മൾ പ്രസ് ചെയ്യാൻ പാടില്ല. ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ്. ഇത് കുഞ്ഞുങ്ങൾ ജനിച്ച് കുറച്ച് നാൾ കഴിയുമ്പോഴാണ് പതുക്കെ പതുക്കെ ക്ലോസ് ആകുന്നത്. ഇതിൽ ആദ്യം ക്ലോസ് ആകുന്നത് പോസ്റ്റീരിയർ ഫോണ്ടനലെ ആണ്. എന്നാൽ അത് ഏകദേശം 6 ആഴ്ചയോളം കഴിയുമ്പോൾ തന്നെ അവിടെ ക്ലോസ് ആകും. എന്നാൽ ആൻറ്റീരിയർ ഫോണ്ടനെല്ലാം ക്ലോസ് ആകണമെങ്കിൽ അവിടെ 1-1.5 വയസ്സ് ആകണം. എന്നാലേ കംപ്ലീറ്റ്ലി അവിടെ ആൻറ്റീരിയർ ഫോണ്ടനലിൽ ക്ലോസ് ആകത്തുള്ളൂ. സോ കറക്റ്റ് ഓപ്ഷൻ 1.5 വയസ്സാണ്. മറ്റു ഓപ്ഷൻസ് ഏതൊക്കെയായിരുന്നു? 1 ഇയർ ഉണ്ടായിരുന്നു, 3 ഇയർ ഉണ്ടായിരുന്നു, 3.5 ഇയേഴ്സ്. അത്രയും സമയമൊന്നും വേണ്ട. 1.5 ഇയർ ആകുമ്പോൾ തന്നെ ആൻറ്റീരിയർ ഫോണ്ടനലിൽ ക്ലോസ് ആകും. അതിന് മുന്നേ തന്നെ പോസ്റ്റീരിയർ ഫോണ്ടനലിൽ ക്ലോസ് ആകും. ഇവിടെ നോക്കുക, ചൈൽഡിൻ്റെ പോസ്റ്റീരിയർ ഫോണ്ടനൽ ക്ലോസസ് അറ്റ് 6 to 8 വീക്സ്, 6 മുതൽ 8 ആഴ്ചയിൽ അവിടെ ക്ലോസ് ആകും. എന്നാൽ ആൻറ്റീരിയർ ഫോണ്ടനലിലോ 1 മുതൽ 1.5 വയസ്സ്, 1.5 വയസ്സാണ് കറക്റ്റാണ് നമ്മൾ പഠിക്കുന്നത്. എന്നാൽ ചില ആൾക്കാരിൽ 1.25 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ അത് ക്ലോസ് ആകുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, പിൻസർ ഗ്രാസ്പ്
റിഫ്ലക്സസ് വളരെ ഇമ്പോർട്ടൻ്റ്. ഈ പിൻസർ ഗ്രാസ്പ് എവിടെയാണ് നമ്മൾ പഠിക്കുന്നത്? ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിൽ ഫൈൻ മോട്ടോർ സ്കില്ലിനകത്ത് വരുന്നതാണ് പിൻസർ ഗ്രാസ്പ്. അതായത് കുഞ്ഞുങ്ങൾ ജനിക്കുന്ന സമയത്ത് നമ്മൾ കുഞ്ഞുങ്ങളെ കയ്യിൽ എന്തെങ്കിലും വച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് ടൈറ്റായിട്ട് അവിടെ ഗ്രാസ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ കുഞ്ഞുങ്ങൾ കുറച്ച് ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ അത് പതുക്കെ പറ്റുന്നു. അത് ഓരോന്ന് ഹോൾഡ് ചെയ്യാനും തറയിൽ കിടക്കുന്നതൊക്കെ നുള്ളിയെടുക്കാനും 2 വിരലുകൾ ഉപയോഗിച്ച് എടുക്കാനും ഒക്കെ പറ്റുന്നു. ഇതാണ് പിൻസർ ഗ്രാസ്പ് എന്ന് പറയുന്നത്. ഇത് എത്ര ആഴ്ച, കുഞ്ഞ് ജനിച്ച് എത്ര ആഴ്ച കഴിഞ്ഞാലാണ് സംഭവിക്കുന്നത്? ഇവിടെ മന്ത് പറഞ്ഞിരുന്നെങ്കിൽ എല്ലാവരും പെട്ടെന്ന് മനസ്സിലാക്കും. പക്ഷേ വീക്ക് പറയുമ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷൻ ആവും. 4 വീക്സ് ആണോ, 6 വീക്സ് ആണോ, 16 വീക്സ് ആണോ, 36 വീക്സ് ആണോ? നമുക്ക് ഫിംഗർ ടിപ്സിൽ ഒരു നുള്ളി എടുക്കാൻ പറ്റണമെങ്കിൽ നമുക്ക് 9 മാസം, ഏകദേശം 9 മാസം പ്രായമുണ്ടായാൽ പറ്റത്തുള്ളൂ. സോ ദാറ്റ് ഈസ് 36 weeks. The pincer grasp is a fine motor skill where a person uses their thumb and index finger to pick up small objects. It is a crucial milestone in baby's development, typically developing around 9 to 12 months, and is essential for self-feeding, buttoning, eventually holding a pencil. ഇതിനൊക്കെ നമുക്ക് തമ്പും ഇൻഡെക്സ് ഫിംഗറും നമുക്ക് ഈ ഒരു പിൻസർ ഗ്രാസ്പ് ഡെവലപ്പ് ചെയ്യണം. സോ ഇത് സംഭവിക്കുന്ന എപ്പോഴാണ്? 9 to 12 months. ദാറ്റ് ഈസ് 9 months എന്ന് പറഞ്ഞാൽ 36 weeks എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഓരോ സ്റ്റേജിലെയും ഓരോ ഡെവലപ്മെൻറ്റ് വെച്ചിട്ടും ക്വസ്റ്റ്യൻസ്, 1 വേർഡ് ക്വസ്റ്റ്യൻസോ 2 മാർക്ക് ക്വസ്റ്റ്യൻസോ ടോട്ടലി ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് 10 മാർക്കിനോ ചോദിക്കാം. നെക്സ്റ്റ് വൺ, protein energy malnutrition is very very important, frequently asked question. Protein energy malnutrition, Kwashiorkor marasmus, marasmic Kwashiorkor, ഇവയുടെ സിംറ്റംസ്, മാനേജ്മെൻറ്റ് ഇതെല്ലാം അറിഞ്ഞിരിക്കണം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് Kwashiorkor is diagnosed in growth retarded children along with, അതായത് ഗ്രോത്ത് റിട്ടേഷൻ, വളർച്ചയില്ലാത്ത കുട്ടികളിൽ Kwashiorkor കാണുന്നുണ്ട്. ഒപ്പം Kwashiorkorന് വേറെ എന്തൊക്കെ സിംറ്റംസ് ഉണ്ടാകുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എഡിമയും മെൻ്റൽ റിട്ടാർഡേഷനുമാണോ, ഹൈപ്പോപിഗ്മെൻറ്റേഷൻ ആൻഡ് അനീമിയ ആണോ, എഡിമ ഹൈപ്പോപിഗ്മെൻറ്റേഷൻ ആണോ, ഹെപ്പറ്റോമെഗാലി ആൻഡ് അനീമിയ ആണോ? കറക്റ്റ് ഓപ്ഷൻ സി, എഡിമ ആൻഡ് ഹൈപ്പോപിഗ്മെൻറ്റേഷൻ. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 10 മാർക്ക് ക്വസ്റ്റ്യൻ, 5 മാർക്ക് ക്വസ്റ്റ്യൻ, 2 മാർക്ക് ക്വസ്റ്റ്യൻ, 1 മാർക്ക് ക്വസ്റ്റ്യൻ, ഏതിൽ വേണമെങ്കിലും ചോദിക്കാം. Kwashiorkorന് എഡിമ, മരാസ്മസിന് നോ എഡിമ, അത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അതിൻ്റെ ഡിഫറൻസ് ചുരുക്കി ഒന്നുണ്ട്, ജസ്റ്റ് പിക്ചർ വെച്ച് പഠിക്കാം. ഇവിടെ Kwashiorkor ആകുമ്പോൾ നമുക്ക് കുഞ്ഞിന് എഡിമയുണ്ട്, അസൈറ്റിസ് ഉണ്ട്, ഡിസ്റ്റൻഡഡ് അബ്ഡമൻ ഉണ്ട്. ഹൈപ്പോ പിഗ്മെൻറ്റേഷൻ, സ്കിന്നിൽ എന്താണ്, സ്കെയിലി പിഗ്മെൻറ്റ് സ്കിൻ അല്ലെങ്കിൽ ഹൈപ്പോ പിഗ്മെൻറ്റേഷൻ കാണുന്നു, എഡിമയും കാണുന്നുണ്ട്. ഇനി മരാസ്മസ് ആണെങ്കിൽ എഡിമ ഇല്ല, നോ എഡിമ. ഹെയർ ലോസ് ഉണ്ടാകും, ഓൾഡ് മാൻ സ്പേസ് ആയിരിക്കും, റിങ്കിൾഡ് സ്കിന്നായിരിക്കും, സിവിയർ മസിൽ വേസ്റ്റിംഗ് അവിടെ ഉണ്ടാകും. എല്ല് മാത്രമേ കാണത്തുള്ളൂ, എല്ലിനെ ഒരു തൊലി കൊണ്ട് കവർ ചെയ്തിരിക്കുന്നത് പോലെ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ദാറ്റ് ഈസ് മരാസ്മസ്. ഇതിൽ ഓരോന്നും മരാസ്മസും Kwashiorkor തമ്മിലുള്ള ഡിഫറൻസ്, ഇതിൻ്റെ മാനേജ്മെൻറ്റ്, പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ കംപ്ലീറ്റ്ലി 10 മാർക്കിന് ഏത് രീതിയിൽ വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, കംപ്ലീറ്റ്ലി പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ്, IMNCI strategy was developed by, it's very very important question for 5 mark. 5 മാർക്കിന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഉള്ളതായിരുന്നു IMNCI. അപ്പോൾ ഈ IMNCI എന്നുണ്ട് കുട്ടികൾക്ക് ഡിസീസസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നൊരു ഏജൻസിയാണ്. അപ്പോൾ അതിൻ്റെ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ആരാണ്? WHO-യും യുനിസെഫുമാണോ, യുനിസെഫും ഫുഡ് അഡൾട്രേഷൻ ഓർഗനൈസേഷനോ ആണോ, യുനിസെഫും IAP-യും ആണോ, WHO-യും NNF ആണോ? IAP വരുമ്പോൾ നമുക്ക് നമ്മുടെ PM-ന്റെ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷനൊക്കെ തയ്യാറാക്കിയിരിക്കുന്ന IAP ആണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഓർത്തിരിക്കുക. WHO നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനാണ്. സോ ഈ IMNCI സ്ട്രാറ്റജി തയ്യാറാക്കിയിരിക്കുന്നത് WHO-യും യുനിസെഫും ചേർത്തിട്ടാണ്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 5 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് IMNCI. IMNCI എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ്റഗ്രേറ്റഡ് മാനേജ്മെൻറ്റ് ഓഫ് ചൈൽഡ്ഹുഡ് ഇൽനസ് സ്ട്രാറ്റജി. അത് ഇൻ്റഗ്രേറ്റഡ് മാനേജ്മെൻറ്റ് ഓഫ് ചൈൽഡ്ഹുഡ്, ഇൻ്റഗ്രേറ്റഡ് മാനേജ്മെൻറ്റ് ഓഫ് നിയോനേറ്റൽ ആൻഡ് ചൈൽഡ്ഹുഡ് ഇൽനസ് സ്ട്രാറ്റജി. അതിനുള്ള സ്ട്രാറ്റജീസ് തയ്യാറാക്കിയിരിക്കുന്നത് ആരൊക്കെയാണ്? WHO-യും യുനിസെഫും ചേർന്നിട്ടാണ്. ആ സ്ട്രാറ്റജീസും അതിൻ്റെ സ്റ്റെപ്സുകളും എല്ലാം ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് 12ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പം നിങ്ങൾക്കറിയാം 12 MCQs, ഈ വായിച്ച 12 MCQs നിങ്ങൾക്ക് അവിടെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് 12 മാർക്കാണ് കിട്ടുന്നത്. ടോട്ടലി പാസ്സാകാൻ 38 മാർക്ക് മതി, അതിൽ 12 മാർക്ക് ഇതിൽ തന്നെ കിട്ടി. അവിടെ 4
2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട് 8 മാർക്കിന്. ആ 8 മാർക്കും കൂടെ കിട്ടിയാൽ തന്നെ 20 മാർക്ക് അവിടെ ആയി. പിന്നെ പാസ്സാകാൻ 18 മാർക്ക് മതി. അത് ഈസി അല്ലേ നേടിയെടുക്കാൻ. ഇനി നിങ്ങൾ നല്ലതായിട്ട് പഠിക്കുന്ന നല്ലൊരു റാങ്ക് ലെവലിലൊക്കെ മാർക്ക് വാങ്ങുന്ന ഒരു കുട്ടിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് അവിടെ എസ്സേയും 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൻ്റെ കിട്ടുന്ന മാർക്കിൻ കൂടെ ഈ ഒരു 20 മാർക്ക് കൂടെ കയറി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പെർസെൻറ്റേജ് അത് ഔട്ട്സ്റ്റാൻഡിങ് ലെവലിലോട്ട് പോകും. A+ അല്ലെങ്കിൽ O, അല്ലെങ്കിൽ A+ മീൻസ് അവിടെ ഒയ്ക്ക് താഴെയാണ് ഔട്ട്സ്റ്റാൻഡിങ്, കഴിഞ്ഞ് തൊട്ട് താഴെ എക്സലൻ്റ് എന്നുള്ള ലെവലാണ്. ഈ ഒരു ലെവലിലോട്ട് നിങ്ങൾക്ക് സ്കോർ വാങ്ങാൻ പറ്റും. പക്ഷേ ഇതിനെല്ലാം വേണ്ടത് ഡീപ്പ് റീഡിംഗ് ആണ്. കൃത്യമായിട്ട് ഓരോ പോയിന്റ്സുകളും നന്നായിട്ട് ഡീപ്പായിട്ട് മനസ്സിലാക്കി പഠിക്കുക. വെറുതെ കാണാപ്പാഠം പഠിക്കുന്നത് കൊണ്ട് പ്രയോജനമൊന്നുമില്ല, മനസ്സിലാക്കി പഠിക്കുക. അങ്ങനെ മനസ്സിലാക്കി പഠിക്കാൻ താല്പര്യമുള്ളവർക്ക്, അതിന് ബുദ്ധിമുട്ടുള്ളവർക്ക്, അതിനൊരു ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാം. ഓൺലൈൻ ട്യൂഷൻ അവൈലബിൾ ആണ്. സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ക്ലാസ്സും അതിൻ്റെ ഷോർട്ട് നോട്ട്സും അതുപോലെ അതിൻ്റെ ഓരോ ചാപ്റ്ററിൽ നിങ്ങൾ ഫൈനൽ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസും ഡയറക്റ്റ്ലി നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു ഇത്രയും മാസങ്ങൾക്ക് മുന്നേ തന്നെ നിങ്ങളുടെ കയ്യിൽ ഞാൻ തരികയാണ്. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ അത്രയും പഠിച്ചിട്ട് പോയാൽ മതി. അതിൻ്റെ ആ ക്വസ്റ്റ്യൻസ് അതുപോലെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരും. ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ നിങ്ങൾ ചെയ്താൽ മതി. കാരണം അത്രയും സെലക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് തരുന്നത്. ഇതുവരെയുള്ള അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ഇതുപോലെ ഒരു ഇൻറ്റൻസീവ് പ്രിപ്പറേഷൻ താല്പര്യമുള്ളവർക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാം. കോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയിട്ട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സസ് വളരെ ചെറിയൊരു എമൗണ്ടിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാൻ നമ്മുടെ ഓഫീസിൽ നമ്പറിൽ വാട്സാപ്പ് ചെയ്യാം. 8891127927. ഇതാണ് ആ ഒരു കോൺടാക്ട് നമ്പർ. അതായത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്ക് വാട്സാപ്പ് ചെയ്ത് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. എ ന്യൂ ബോൺ ബേബി ഹാസ് ബീൻ റെഫേർഡ് ടു ദ കാഷ്വാലിറ്റി ആസ് എ കേസ് ഓഫ് കൺജനിറ്റൽ ഡയഫ്രമാറ്റിക് ഹെർണിയ. എന്താണ് ഹെർണിയ? ഇറ്റ്സ് എ പ്രൊട്രൂഷൻ ഓഫ് ഓർഗൻസ്, പ്രൊട്രൂഷൻ ഓഫ് ഓൺ ഓർഗൻ ടു സം അതർ cavity, that is hernia. Hernia പല ടൈപ്പ് ഉണ്ട്. കൺജനിറ്റൽ മീൻസ് ജന്മനാൽ, ഡയഫ്രമാറ്റിക് മീൻസ് ഡയഫ്രത്തിലൂടെയുള്ള ഹെർണിയ. അതായത് കുഞ്ഞിൻ്റെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ അതെന്ത് ചെയ്യുന്നു, പ്രൊട്രൂഡ് ചെയ്ത് ഡയഫ്രത്തിലൂടെ നമ്മുടെ തൊറാസിക് ക്യാവിറ്റിയിലോട്ട് പ്രൊട്രൂഡ് ചെയ്തിരിക്കുന്നു. ഇതിനെ കൺജനിറ്റൽ ഡയഫ്രമാറ്റിക് ഹെർണിയ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് എന്ത് ഇൻ്റർവെൻഷൻ ആയിരിക്കും നമ്മളവിടെ കാഷ്വാലിറ്റി വന്നു കഴിഞ്ഞാൽ ചെയ്യുന്നത്? ഒരു സെൻട്രൽ വീനസ് പ്രഷർ ലൈൻ ഇൻസേർട്ട് ചെയ്യുകയാണോ, ബാഗ് ആൻഡ് മാസ്ക് വെന്റിലേഷൻ കൊടുക്കുകയാണോ, നാസോഗാസ്ട്രിക് ട്യൂബ് ഇൻസേർട്ട് ചെയ്യുകയാണോ, അതോ ഹൈ ഫ്രീക്വൻസി വെന്റിലേറ്റർ കൊടുക്കുകയാണോ ചെയ്യുന്നത്? സോ കറക്റ്റ് ഓപ്ഷൻ ബി, ബാഗ് ആൻഡ് മാസ്ക് വെന്റിലേഷൻ ആണ്. കാരണം ഈ ഒരു ഡയഫ്രത്തിലൂടെ ഈ ഹെർണിയ നമ്മുടെ തൊറാസിക് ക്യാവിറ്റിയിലോട്ട് പ്രൊട്രൂഡ് ചെയ്യുമ്പോൾ അവിടെ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടാകും. അപ്പോൾ ആ ഒരു അത്യാവശ്യം ഓക്സിജനേഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ ഇത്രയും പെട്ടെന്ന് ചെയ്യേണ്ടത് ബാഗ് ആൻഡ് മാസ്ക് വെന്റിലേഷനാണ്. സോ ഇനി മറ്റു കൂടുതൽ കോംപ്ലിക്കേഷനിൽ പോയിട്ടുണ്ടെങ്കിൽ ഹൈ ഫ്രീക്വൻസി വെന്റിലേറ്റർ കണക്ട് ചെയ്യേണ്ടി വരും. അതുവരെ നമുക്ക് ഇനിഷ്യൽ ആയിട്ട് മാനേജ്മെൻ്റ് ആയിട്ട് ബാഗ് ആൻഡ് മാസ്ക് വെന്റിലേഷനാണ് കൊടുക്കേണ്ടത്. സോ സാഹചര്യങ്ങൾ മനസ്സിലാക്കി, ഇപ്പോൾ ഈ ഒരു ഹെർണിയ, ഡയഫ്രമാറ്റിക് ഹെർണിയ എന്താണെന്ന്, അതിൻ്റെ പ്രോബ്ലംസ് എന്താണെന്നും അറിയാമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റ് ഓപ്ഷനിലോട്ട് എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഓരോ കണ്ടീഷൻസ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാക്കി കണ്ടീഷൻസ്, ബാക്കി ക്വസ്റ്റ്യൻസ്, എസ്എ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. തുടർന്ന് വീഡിയോ ചാനലിൽ കാണുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻസ് മെൻഷൻ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ചാനൽ റെഫർ ചെയ്യുക, ഒന്ന് റെസ്പോണ്ട് ചെയ്യുക. വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അഭിപ്രായം ഒന്ന് മെൻഷൻ ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനി വളരെ കുറച്ച് സമയം 6 സെം ആയി, അടുത്ത 7 സെം, പിന്നെ ഇൻറ്റേൺഷിപ്പും കൂടി കഴിയുമ്പോൾ കോഴ്സ് കഴിഞ്ഞു, നിങ്ങളെല്ലാം ഒരു നേഴ്സായി മാറുകയാണ്. അപ്പോൾ ഒരുപാട് പേഷ്യൻസ് നിങ്ങളെ വിശ്വസിച്ച് ഹോസ്പിറ്റലിൽ വരാൻ പോവുകയാണ്. അവർക്ക് പ്രോപ്പർ കെയർ കൊടുക്കണം. ഓരോരുത്തരുടെയും ലൈഫ് സേവ് ചെയ്യാൻ പറ്റുന്ന അത്രത്തോളം കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അറിവില്ല എങ്കിൽ ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഇപ്പോഴേ അത് പറയാം. സോ നല്ലൊരു നഴ്സ് ആകണമെങ്കിൽ കാശ് എന്നുള്ള രീതിയിൽ മാത്രമല്ല, നല്ലൊരു നഴ്സിംഗ് കെയർ നമുക്ക് പേഷ്യൻസിന് കൊടുക്കണമെങ്കിൽ നമുക്ക് നോളജ് വേണം. സോ പ്ലീസ് റീഡ് ഇറ്റ്, study thoroughly. Okay, thank you for watching. Bye.